സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമാക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. പുതുജീവനായെന്നിൽ ശാന്തി നൽകാ, ചുടുനിണ ജലധാര നീ ചൊരിഞ്ഞു. പുതുജീവനായെന്നിൽ ശാന്തി നൽകാൻ ചുടുനിണ ജലധാര നീ ചൊരിഞ്ഞു. ഇവിടെയും നിൻ സ്നേഹം നൽകിടുവാൻ കൃപയേകിടണമേ തമ്പുരാനേ. എവിടെയും നിൻ സ്നേഹം നൽകിടുവാൻ കൃപയേകിടണമേ തമ്പുരാനേ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമാക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ. നിത്യസ്തുതിക്കേറ്റം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. എല്ലാവരും ചേർന്ന് നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ആരാധന സ്തുതി സ്തോത്രം. ആരാധന സ്തുതി സ്തോത്രം. ഹൃദയവാതിൽ തുറന്ന് നീ അവിടുത്തെ വിളിച്ചാൽ നിന്റെ ഉള്ളിൽ പ്രവേശിച്ച് നിന്നെ അനുഗ്രഹിക്കും എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനിയിലൂടെ ഈ ആത്മീയ വിചാരത്തിന് ബലം പകരുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയുടെ സ്വാധീനം
സങ്കല്പത്തിലും അതീതമാണ് എന്ന് ജോൺ 23-ാമൻ മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തിലും നൊമ്പരത്തിലും വേദനയുടെ നെറുകയിലും അഭയമായിട്ടെൻ്റെ ജീവിതത്തിൽ മാറിയത് വിശുദ്ധ കുർബാനയാണെന്ന് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുഹൃദയ തിരുനാൾ ദിനം നമ്മുടെ ഹൃദയം മുഴുവനും ഈ അൾത്താരയിലെ തമ്പുരാൻ്റെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയഭാവങ്ങളെയൊക്കെയും ഈശോയ്ക്ക് കൊടുക്കാം. നാം കടന്നു പോകുന്ന നോവുകളെ, നൊമ്പരങ്ങളെ, തളർന്ന ജീവിതത്തിൻ്റെ ഭാരപ്പെട്ട അനുഭവങ്ങളെ മുഴുവനും സക്രാരിനാഥൻ്റെ സന്നിധിയിൽ ഈ തിരുഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിലൂടെ സ്വർഗം നമുക്കായിട്ട് ഈ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പം വാഗ്ദാനം ചെയ്ത മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിക്കാൻ തിരുക്കുടുംബത്തിന് പ്രതിഷ്ഠിതമായ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറാൻ, തിരുക്കുടുംബ പ്രതിഷ്ഠയുടെ ഭാഗമായിരുന്നു കൊണ്ട് ഓരോ വ്യക്തികളും പൊതുജീവൻ്റെ ചൈതന്യദായകമായ വ്യക്തികളായി തീരാൻ നമ്മുടെ മക്കളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും രൂഢമൂലമായിട്ടുള്ള പാപത്തിൻ്റെ കെട്ടുകൾ അഴിയാൻ, ഏതെങ്കിലുമൊക്കെ ബന്ധന വഴിയിലാണ് നമ്മുടെ കുടുംബവും പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടതുമെങ്കിൽ വിടുതലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇരുകരങ്ങളും ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലൊന്ന് ഉയർത്തിപ്പിടിച്ച് വലിയ സ്നേഹത്തോടുകൂടെ ഈശോയെ നമുക്ക് ഈ തിരുഹൃദയത്തിരുനാളിൽ ജീവിതം മുഴുവനും അവിടുത്തെ ഹൃദയത്തിൽ, ദിവ്യകാരുണ്യ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തുതി, മഹത്വം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, മഹത്വം തിരുഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റണമേ. ഞങ്ങളുടെ ബന്ധനങ്ങളെ അടിക്കണമേ. ഞങ്ങളുടെ ആകുലതകളെ എടുത്തു മാറ്റണമേ. യേശുവേ വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. കർത്താവേ അവിടുത്തെ ഹൃദയത്തിനിണങ്ങുന്ന വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം, മഹത്വം, തമ്പുരാനെ നന്ദി. ദൈവമേ ആരാധന. നമുക്കും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. അവിടുത്തെ എളിമയും ശാന്തതയും ഞങ്ങൾക്ക് നൽകണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. ഈശോയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അവിടുത്തെ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ അതേ ചൈതന്യത്തിലേക്ക് നമ്മുടെ ജീവിതമൊന്ന് മാറാൻ, നമ്മുടെ ചിന്തകളൊന്ന് മാറ്റാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരൊന്ന് രൂപാന്തരപ്പെടാൻ, അങ്ങനെ പുതുസൃഷ്ടികളാവുക എന്ന സ്വർഗനിയോഗത്തിൻ്റെ പുണ്യവഴിയോട് നമ്മളൊന്ന് ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ചേർന്ന് പാടാം. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാകണേ. തിരുസന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ച് എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കട്ടെ. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാകണേ. ഹൃദയത്തിൽ നിന്ന് തിരുഹൃദയത്തിലേക്ക് മാറാനുള്ള വിളിയാണ് ഈ തിരുനാൾ. ഒരുപക്ഷെ മുറിപ്പെട്ട ഹൃദയങ്ങൾ, സങ്കടത്തിലും നൊമ്പരത്തിലും വേദനയുടെ ഭാരത്തിൻ്റെ ഭാണ്ഡക്കെട്ടുമായി നടക്കുന്ന ഹൃദയങ്ങളൊക്കെ ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക്, ഈ തിരുഹൃദയ തിരുനാളിൽ നോക്കിയിട്ട് പറയണം, എൻ്റെ ഹൃദയത്തെ തിരുഹൃദയമാക്കണേ. എൻ്റെ ഹൃദയഭാവങ്ങളെ തിരുഹൃദയ സമാനതയിലേക്ക് ചേർത്തു വയ്ക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. ഹൃദയം ഒരു അവയവം എന്നതിനപ്പുറം ആത്മീയ പിതാക്കന്മാരൊക്കെ പറയും അതൊരവസ്ഥയാണ്. അവയവമായിട്ട് മാത്രം ഹൃദയത്തെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം, അതൊരിടത്ത് നിൽക്കുന്ന ഒന്നായി തീരും. ക്രിസ്തുജീവിതത്തെ മനോഹരമായിട്ട് ചിത്രത്തിൽ നമ്മൾ കാണുന്നില്ലേ?
അകത്തു തിങ്ങി നിൽക്കുന്ന ഹൃദയം ഇങ്ങനെ പുറത്തു വരച്ചു വെച്ച കലാകാരൻ്റെ വൈഭവത്തെ വാനോളം പുകഴ്ത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ സ്നേഹത്തിൽ നിറഞ്ഞ ഹൃദയം, സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ ഹൃദയം, അത് മറ്റു ശരീരങ്ങളിലൊക്കെ അകത്തു മാത്രം ഒതുങ്ങിയിരിക്കുമ്പം ക്രിസ്തുവിൻ്റെ ഹൃദയം സ്വർഗം വെളിപ്പെടുത്തിയതിൻ പ്രകാരം ആ ഹൃദയത്തെ ശരീരത്തിൻ്റെ പുറമെ എത്ര സുന്ദരമായിട്ടാണ് വരച്ചു ചേർക്കപ്പെട്ടിരിക്കുക. നമ്മുടെ വെളിയീട് തന്നെയാണ്. ക്രിസ്തു ഹൃദയത്തിൽ മാത്രമല്ല, തൻ്റെ വാക്കിലും നോട്ടത്തിലും തൻ്റെ സമീപനത്തിലുമൊക്കെ ഹൃദയത്തിൻ്റെ മുഴുഭാവങ്ങളെയും ലോകത്തോട് സുന്ദരമായിട്ട് പ്രഘോഷിച്ചവനാണ്. അവിടുത്തെ പരസ്യജീവിതത്തിൻ്റെ വഴികളൊന്നൊന്നായിട്ട് ധ്യാനവിചിന്തനത്തിന് വിഷയമാക്കുമ്പോൾ നാം കണ്ടെത്തുന്നൊരു സത്യമുണ്ട്. സൗഖ്യത്തിൻ്റെ അനന്ത സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് സ്പർശത്തിലൂടെ, നോട്ടത്തിലൂടെ, തൻ്റെ സാമീപ്യത്തിലൂടെ, തൻ്റെ സ്വരത്തിലൂടെ, കേൾവിയിലൂടെ അങ്ങനെയൊക്കെ സൗഖ്യം കൊടുത്ത ഹൃദയത്തെ ലോകത്തിന് കാട്ടിക്കൊടുത്ത തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും നാം ആയിരിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊക്കെ പറയാറില്ലേ, ഒരു ഹൃദയസ്പർശം ഹൃദയത്തിനാണ് ജീവിതങ്ങളെ വല്ലാണ്ട് സ്പർശിക്കാൻ, സ്വാധീനിക്കാനാവും. പുതിയ കാലത്ത് ഓരോ മാതാപിതാക്കളും ഓർമ്മിക്കണം, മക്കൾ ജീവിതത്തിൻ്റെ വഴിമാറലുകളിലൂടെ കടന്നു പോകുമ്പം, കണ്ണീര് പൊഴിക്കുമ്പം അത് കാപട്യമാണെന്ന് പറഞ്ഞു എന്നൊരമ്മ എന്നോട് സങ്കടം പറഞ്ഞു. മക്കളുടെ ജീവിതത്തിൻ്റെ വഴിമാറലുകളെ കണ്ടപ്പം, കണ്ണീര് വീണപ്പം അത് കാപട്യമാണെന്ന് പറഞ്ഞു. ഞാൻ ആ അമ്മയോട് പറഞ്ഞത് ഒറ്റ വാക്ക് മാത്രമാണ്, പുതിയ കാലത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആറാം ഇന്ദ്രിയമുണ്ട്. ഒരുപക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അകക്കാമ്പിൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അത്രമാത്രം നമ്മൾ വേദന പേറുന്നില്ല എന്നർത്ഥം. തിരുഹൃദയത്തിൻ്റെ ചിത്രമൊക്കെ നമ്മളെ പഠിപ്പിക്കില്ലേ? അതിൻ്റെ സാരസംഗ്രഹം ഒരു മുറിവിൻ്റെ അനുഭവങ്ങളെ തിരുമുറിവുകളാക്കാനുള്ള ആത്മീയത കൊണ്ട് മുഖരിതമാണ്. സമ്പൂർണമായിട്ടും അങ്ങനെയാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിലെ മുറിവും, അതിലെ ജ്വാലയും, അതിലെ മുൾമുടിയും, അതിനകത്തൊളിപ്പിച്ച് വെച്ച് തിളങ്ങുന്ന കുരിശും എല്ലാം ആത്യന്തികമായിട്ട് ഒരു സഹനാനുഭവത്തിന് കൊടുക്കുന്ന സുന്ദരമായ ചിത്രഭാവങ്ങളല്ലേ? നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തണേ. എല്ലാം നീയാ ഈശോയെ. ഈ മുറിവിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചാൽ അന്ധനായ ബർത്തമിയോസ് വിളിച്ചതുപോലെ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കുഷ്ഠരോഗിയും തളർവാദ രോഗിയുമൊക്കെ ഈ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അകത്തു മുറിവേറ്റവർക്കിടയിൽ മുറിവുകൾ വെച്ച് കെട്ടുന്ന മുറിവുള്ളവൻ, വൂണ്ടഡ് ഹീലർ. അതാണ് നമ്മുടെ തമ്പുരാൻ. ഏതു വേദനയും അറിയുന്നവൻ, ഏത് സങ്കടവും അതിൻ്റെ അർത്ഥതലങ്ങളെ അണുവിട കുറവ് കൂടാതെ നമ്മളെ ഏറ്റെടുക്കാൻ, പരിഹരിക്കാൻ, നമ്മളെ പൊതിയാൻ കഴിയുന്നവൻ. വ്യത്യസ്തമായ അവിടുത്തെ കാഴ്ചപ്പാടിലേക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് വന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി ആ ഹൃദയത്തുടിപ്പുകളെ മുഴുവനും, ഉള്ളിലെ നൊമ്പരങ്ങളെ മുഴുവനും ഈ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറയണം, ഈശോയെ, ആ തിരുമുറിവിലേക്ക് എൻ്റെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ മേഖലയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കണേ ഈശോയെ, തിരുഹൃദയത്തിൽ എനിക്ക് ഇടം തരണേ ഈശോയെ. അവിടെ ഇടം കിട്ടിയ എൻ്റെ മുറിവും തിരുമുറിവാവും, എൻ്റെ ഹൃദയവും തിരുഹൃദയമാവും. എൻ്റെ ഭാവങ്ങളൊക്കെ തിരുമനസ്സിനു ചേർന്ന വിധം രൂപാന്തരപ്പെടും. അങ്ങൻ്റെ സർവസ്വമാണ്.
ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാവരും ചേർന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവന്റെ ജീവനാമീശു. എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവന്റെ ജീവനാമീശു. ചേർന്ന് പാടി. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ വ്യത്യസ്തമായ ഒരു ഹൃദയഭാവമുണ്ടായിരുന്നു എന്നത് നമ്മളെ വിസ്മയിപ്പിക്കും. ലോകം കാണുമ്പോലല്ല ക്രിസ്തു കണ്ടത്. ആടിൻ്റെ കഥയിലും സക്കേവൂസ് തൻ്റെ ജീവിതം ഓർമ്മപ്പെടുത്തിയപ്പോഴും ക്രിസ്തു സ്വീകരിച്ച നിലപാടിന് ഈ മനോഭാവത്തിൽ ഹൃദയത്തിൻ്റെ തുടിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വായിച്ചെടുക്കാനാവും. ഒന്ന് ചോദിച്ചേശോട്. നമ്മൾ പലപ്പോഴും ദൃഹൃദയ ജപമാലയൊക്കെ ചൊല്ലുമ്പം ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കണേ എന്നൊക്കെ അധരം കൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമാണോ? എൻ്റെ മനോഭാവത്തിൽ പാപിയോടും അവസാനം വന്നവനോടും സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിച്ചവനോടുമൊക്കെ വല്ലാത്തൊരു ആഭിമുഖ്യമുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞ്, എളിമയും ഹൃദയശാന്തതയുമുള്ള ഈശോയെ, ഞങ്ങൾ അങ്ങയോട് ആ ഭാവം ഞങ്ങളുടെ മനോഭാവത്തിലൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഈശോയെ നോക്കിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. എല്ലാവരും ചേർന്നൊന്ന് പാടിക്ക്. എളിമ ശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. അവിടുത്തെ നോട്ടത്തിൽ ഹൃദയത്തുടിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അനുകമ്പ തോന്നുന്ന നോട്ടം ഉണ്ടായിരുന്നു. ആൾത്തിരക്കുകൾക്കിടയിൽ പോലും കാണേണ്ടതിനെ കാണുന്ന, ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തതിനെ ഒഴിവാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന തമ്പുരാൻ്റെ വിസ്മയകരമായൊരു നോട്ടം ഉണ്ടല്ലോ. പത്രോസിൻ്റെ മാനസാന്തരത്തിലേക്കും യൂദാസിനെ മാനസാന്തരത്തിലേക്കുള്ള സാധ്യതയിലേക്കുമൊക്കെ വിളിച്ചത് ഈ നോട്ടമായിരുന്നു. യൂദാസ് നോട്ടത്തെ അവഗണിച്ചെങ്കിൽ പത്രോസ് ആ നോട്ടത്തെ ക്രിയാത്മകമായിട്ട് സ്വീകരിച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ളവരെയൊക്കെ അതിക്രൂരമായിട്ട് കൊല്ലാൻ കൊണ്ടുപോകുമ്പം ചുമരിനോട് തിരിച്ചു നിർത്തിയിട്ട് പിന്നീന്ന് വെടിവെക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിലെ ചൈതന്യം, കണ്ണുകളിൽ തെല്ലും കാരുണ്യത്തിൻ്റെ സ്വാധീനമുണ്ടായിക്കൂടാ. കണ്ണിലേക്ക് നോക്കിയ ചിലപ്പോൾ ക്രൂരത ചെയ്യാൻ കഴിയാതെ പോയേക്കാം.
നമ്മുടെ നോട്ടത്തെ ഒന്ന് വിശുദ്ധീകരിക്കണ്ടേ? നമ്മുടെ നോട്ടത്തിനൊരു മാറ്റം ഉണ്ടാവണ്ടേ? ചുറ്റുപാടിലേക്കുള്ള നോട്ടത്തിൽ, ജീവിത പങ്കാളികളോടുള്ള നോട്ടത്തിൽ, മറ്റ് ഗണത്തിൽപ്പെട്ടവരോടും ഒക്കെയുള്ള നോട്ടത്തിൽ. എന്തേ ഈ കാലം ഈ കാഴ്ചയുടെ അപജയങ്ങളുടെ കാലമല്ലേ? ക്രിസ്തു ജീവിതത്തിനുണ്ടായിരുന്നത് നോട്ടത്തിൻ്റെ സുന്ദരമായ ചിത്രമാണ്. ഒരു നോട്ടം കൊണ്ട്, ഒറ്റ നോട്ടം കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിച്ചവൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ നോട്ടത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ ആ ഇരടികളോട് ചേർന്ന് എൻ്റെ മുമ്പിൽ ആഗ്രഹിച്ച് ഇതാ പ്രാർത്ഥിക്കുന്നു. എളിമശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. എല്ലാവരും ചേർന്ന് എളിമശാന്ത വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം നിൻ ഹൃദയം പോലെയാക്കണേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ വാക്കിൽ മുഴുവനും ഹൃദയഭാവങ്ങളെ സുന്ദരമായി ചേർത്തു വെച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. സൗഖ്യദായകമായൊരു വാക്ക് പാപിനിയോടും കല്ലെറിയപ്പെടാൻ കൊണ്ടുവരുന്നവരോടും സമറിയക്കാരി സ്ത്രീയോടും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിടത്തു നിന്നും ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ വാക്കു കേൾക്കാത്ത മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ജീവിതങ്ങളോടും ആ തമ്പുരാൻ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. എത്ര മനോഹരമായിട്ടാണ് ആദരം ലോകത്തോട് ഹൃദയസ്നേഹത്തെ പങ്കുവെച്ചത്. അവിടുത്തെ സാമീപ്യം പോലും ഒരുപാട് ജീവിതങ്ങൾക്ക് സ്വാധീനമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു ജീവിതത്തിൻ്റെ അവയവങ്ങളൊക്കെയും ഹൃദയസമാനതകളിലേക്ക് ചേർന്നു എന്ന് നാം തിരിച്ചറിയുക. നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ഞങ്ങളുടെ മനോഭാവത്തിലും ഞങ്ങളുടെ നോട്ടത്തിലും ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ സമീപനത്തിലും ഈ മാറ്റത്തിൻ്റെ വലിയ അഭിഷേകം താ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഹൃദയത്തിനൊന്നേ ആഗ്രഹമുള്ള ഈശോയെ, കണ്ണുകൾക്കും കാതുകൾക്കുമൊക്കെ ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. എൻ്റെ ജീവിതം മുഴുവനും അവിടുത്തെ സന്നിധാനത്തിൻ്റെ ഈ സൗകുമാര്യതയിലേക്ക് ചേർന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു നദി പോലായി മാറട്ടെ. അഭിഷേകത്തിൻ്റെ ഒന്നായി എൻ്റെ ജീവിതത്തെ മാറ്റണേ. തിരുഹൃദയ തിരുനാൾ ഇന്ന് തീർന്നാലും ഞാൻ ആ ഹൃദയഭാവങ്ങളെ എൻ്റെ മനോഭാവത്തിലൂടെ, നോട്ടത്തിലൂടെ, സംസാരത്തിലൂടെ, സമീപനത്തിലൂടെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പറയാം, ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, ആ തിരുവഴി തേടണം. വേറൊന്നുമില്ല ഈശോ. എൻ്റെ മനസ്സും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പ്രതീക്ഷകളും ഒരുപക്ഷെ എൻ്റെ പാഴ്ക്കിനാവുകൾ പോലും അനുഗ്രഹത്തിൻ്റെ അത്ഭുതമായി മാറ്റാൻ കഴിയുന്ന അവിടുത്തെ സന്നദ്ധിയിൽ ഇതാ അടിയൻ താഴ്മയോടെ എല്ലാം കൊടുത്ത് എല്ലാം ചേർത്ത് വെച്ച് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിനും നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ചേർന്ന് പാടാം, എല്ലാവരും ചേർന്ന്. ഹൃദയത്തിനും നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ജീവിതം കൊടുത്തുകൊണ്ട് ഹൃദയപൂർവ്വം എല്ലാവരും ചേർന്ന്. ഹൃദയത്തിനും നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരും മുഴുവൻ ഈ തിരുഹൃദയ തിരുനാളിൽ തമ്പുരാന്റെ വഴി തേടുന്നവരായി മാറാൻ
ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എല്ലാവരും ചേർന്ന് ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ തിരുഹൃദയ തിരുനാൾ ദിനം ജീവിതത്തിൻ്റെ വലിയ മാറ്റമായി മാറാൻ, സ്വർഗീയമായ കൃപകൾ കൊണ്ട് നമ്മോരോരുത്തരും പൂരിതരാക്കപ്പെടാൻ സ്വയം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണേ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതനിൽ, നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. ഹൃദയത്തിനൊന്നേ പ്രാർത്ഥനയുള്ളൂ, തിരുവഴി തേടിടണം. തിരുവഴി തേടിടണം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയത്തണലിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മനോഭാവത്തിലും നോട്ടത്തിലും കേൾവിയിലും സമീപനത്തിലും സംസാരത്തിലും ഹൃദയഭാവങ്ങൾ ചേർക്കാൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.